രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച ജി സുധാകരൻ കോൺഗ്രസ് സിപിഎമ്മുമായി കൂട്ടുകച്ചവടം നടത്തുന്നു. അഴിമതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാൽ അടുത്ത തവണ ആലപ്പുഴയിൽ 9 സീറ്റിലും UDF വിജയിക്കുമെന്നും നഗരസഭയിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അങ്ങയുടെ പോലീസ് തന്നെ അറിയിച്ചില്ല എന്നും ജി സുധാകരൻ വിമർശിച്ചു. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം: പാർട്ടി ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിന് CPM പിന്തിരിയണമെന്നാണ് എന്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നത് കൂട്ടുകച്ചവടം നടത്തുന്നതാണ് നഗരസഭയിലെ UDF-ഉമായിട്ട്. UDF-ൽ ആരാണ് കൂട്ടുകച്ചവടം നടത്തുന്നത്? CPM-ഉമായിട്ട്. അതെനിക്കറിയാം. പ്രാദേശിക അതെന്തൊരു ചോദ്യമാണ്? എക്സാലോജിക് വിഷയത്തില് പ്രതിപക്ഷ നേതാവിലേക്കാണോ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത്? അതെല്ലാം വരട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോകും. ആ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായിയുള്ള ബന്ധം കൊണ്ടാണ് വീണയ്ക്ക് പണം കൊടുത്തതെന്നാണ് കർത്ത ഇഡിയോട് അല്ല, അത് പറഞ്ഞത് അതാണ്. അത് നമ്മളെല്ലാവരും കേട്ടല്ലോ. അപ്പൊ അതിന് സത്യം ജനങ്ങൾക്ക് ഓരോ ദിവസം കഴിയും തോറും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അരിതാ ബാബുവിനെ കോളറിനെ പിടിച്ചു എന്നാണ് പറയുന്നത്. ജി സുധാകരന്റെ പ്രതികരണം കേൾക്കാം. അതാണ് ഞാൻ പറഞ്ഞ, ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗവും CPM-ലെ ക്രിമിനൽസും തമ്മിലൊരു ബന്ധമുണ്ട്. അത് അവസാനിപ്പിച്ചാൽ അടുത്ത തവണ 6 സീറ്റല്ല 9 സീറ്റ് ജയിക്കും. ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. സുധാകരനാണ് പറയുന്നത്. അതിനോട് തന്നെ പറയുകയാണ്, ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ല. 10 പേരെയും കൊണ്ട് സമ്മേളന സ്ഥലത്ത് പോകാനും അടിയും പിടിയും നടത്താനും ഒന്നും നമുക്ക് പരിപാടിയില്ല. അതിലല്ല രാഷ്ട്രീയം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രമേശ് ചെന്നിത്തല വന്നിട്ടൊന്ന് പറയണമെന്ന് വിചാരിച്ചാൽ ഇതാണ് സംഭവമാണ്. അങ്ങനെയുള്ള പോലീസ് എന്തുകൊണ്ട് ഈ സംഭവം അറിഞ്ഞിട്ട് എന്നോട് പറയട്ടെ. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മനീഷ് മഹിപാൽ, ആഭ്യന്തരമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അങ്ങയുടെ പോലീസ് എന്തുകൊണ്ടാണ് ഈ കാര്യം എന്നെ അറിയിച്ചില്ല എന്നടക്കം വിമർശനം ഉന്നയിക്കുന്നത്. CPM-ഉമായി കൂട്ടുകച്ചവടമാണ് എന്ന് വിമർശനം ഉന്നയിക്കുന്നത്. ബന്ധമുണ്ട്. അതോ വലിയ വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിക്കുന്നത്. അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് ജി സുധാകരന്റെ വിമർശനം എന്നാണ് ഏറെ ശ്രദ്ധേയമായത്. കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴ നഗരസഭയിൽ ജി സുധാകരനെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ജി സുധാകരൻ, AD തോമസ് അടക്കമുള്ള നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സ്വീകരണ യോഗം സംഘടിപ്പിച്ചു. സ്വീകരണ യോഗത്തിൽ CPIM അംഗങ്ങൾ അവിടെ പ്രതിഷേധിക്കാനായിരുന്നു പദ്ധതി. ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടും UDF-ന്റെ കൗൺസിലർമാർ അത് തടയാനോ അല്ലെങ്കിൽ പരിപാടിയിൽ മാറ്റം വരുത്താനോ നിന്നില്ല. ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ജില്ല കൂടിയാണ് ആലപ്പുഴ. അങ്ങനെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഈ വിവരം അറിഞ്ഞില്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ വേണ്ട വിധത്തിൽ പോലീസില്ലായിരുന്നു. അങ്ങനെ അതായത് ജി സുധാകരന്റെ ഈ വിമർശനത്തിന്റെ അടിസ്ഥാനമായ വിഷയം ഇന്നലെ ആലപ്പുഴ നഗരസഭയിൽ ഉണ്ടായ പ്രതിഷേധമാണ്. ജി സുധാകരന്റെ ഏത് പരിപാടിയിലും CPM നേതാക്കൾ CPM-നെതിരായ എന്തെങ്കിലും വിഷയം ഉന്നയിച്ചാൽ പ്രതിഷേധിക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തതാണ്. അങ്ങനെ ആലപ്പുഴ നഗരസഭയിൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസത്തിലാണ് ഇപ്പോൾ ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വേദിയിലിരുത്തിയുള്ള പരസ്യമായിട്ടുള്ള പ്രതിഷേധം ജി സുധാകരൻ ഉന്നയിക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ പാർട്ടി പ്രവർത്തകർ, രമേശ് ചെന്നിത്തലയുടെ പാർട്ടി കോൺഗ്രസിലെ പ്രവർത്തകർ, നേതാക്കൾ CPI-യുമായി കൂട്ടുകച്ചവടം നടത്തുന്നു എന്നുള്ള അതിരൂക്ഷ വിമർശനമുണ്ട്. തന്നെ അതായത് പോലീസ് വേണ്ടവിധം പോലീസ് ആലപ്പുഴ നഗരസഭയിൽ ഇല്ലായിരുന്നു. ആലപ്പുഴ നഗരസഭയിൽ LDF അംഗങ്ങൾ ഒരു പ്രതിഷേധത്തിന് പദ്ധതിയിടുമ്പോൾ അതിന് UDF-ന്റെ അംഗങ്ങൾ കൂട്ടുനിൽക്കുകയായിരുന്നു. UDF-ആണ് ജി സുധാകരന് ഒരു സ്വീകരണ പരിപാടി ഒരുക്കിയത്. ആ സ്വീകരണ പരിപാടിക്ക് മുൻപേ തന്നെ അവിടെ പ്രതിഷേധിക്കാൻ LDF അംഗങ്ങൾ തയ്യാറെടുത്ത വിവരം UDF അംഗങ്ങൾ അറിഞ്ഞുവെന്നും ഈ വിവരം അറിഞ്ഞിട്ടും അതിനുവേണ്ടി കൂട്ടുനിന്നുമാണ് എന്താണെങ്കിലും ജി സുധാകരൻ വിമർശനം. അദ്ദേഹത്തിന് ഇപ്പോൾ ഖാദി ബോർഡിന്റെ പരിപാടിയിൽ വെച്ചാണ് ജി സുധാകരനും രമേശ് ചെന്നിത്തല ഒരുമിച്ചൊരു വേദി പങ്കിട്ടപ്പോഴാണ് അത്തരത്തിൽ വിമർശനം ജി സുധാകരൻ ഉന്നയിച്ചത്. പക്ഷേ വേദിയിൽ വെച്ച് അതിന് മറുപടി നൽകാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല തയ്യാറായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് രമേശ് ചെന്നിത്തല വേദി വിട്ട് ഇറങ്ങി വന്നപ്പോഴാണ് അതിന് മറുപടി നൽകിയത്. എന്തിനാണ് CPIM പ്രവർത്തകർ ഇങ്ങനെ ജി സുധാകരന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന് ആക്രമിക്കുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ വേദിയിൽ വെച്ച് പരസ്യമായ മറുപടി അദ്ദേഹം നടത്തിയില്ല എന്ന് മാത്രമല്ല, ജി സുധാകരന്റെ വിമർശനങ്ങൾ അത്രത്തോളം മൂർച്ചയുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എന്തുകൊണ്ട് പോലീസ് ജി സുധാകരന്റെ സുരക്ഷ ഒരുക്കാൻ അവിടെ എത്തിയില്ല? 2, CPM-ന്റെ അംഗങ്ങൾ നടത്താനെന്ന പ്രതിഷേധ പരിപാടിക്ക് UDF അംഗങ്ങൾ കൂട്ടുനിന്നു. അങ്ങനെ UDF-നുമായി അല്ലെങ്കിൽ UDF അംഗങ്ങൾ CPI-യുമായി കൂട്ടുകച്ചവടം നടത്തുന്ന ഗുരുതരമായ ആരോപണമാണ് UDF-നൊപ്പം നിൽക്കുന്ന MLA കൂടിയായിട്ടുള്ള CPM-ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച ജി സുധാകരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവും. എന്താണെങ്കിലും അതിന് പരസ്യമായി മറുപടി നൽകാൻ രമേശ് ചെന്നിത്തലയും തയ്യാറായിട്ടില്ല. മാധു, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.